സിനിമാ ലോകത്തെ അതികായനായ വിജയ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവിലാണ്. വർഷങ്ങളോളം പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നതിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മാറ്റം തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ പ്രവേശനത്തോടൊപ്പം തന്നെ വിജയുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഇപ്പോൾ വലിയ സജീവമാണ്. ഭാര്യ സംഗീതയുമായി അകന്നു കഴിയുകയാണെന്നും അവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്. വിജയിയുടെ സിനിമാ പരിപാടികളിലോ രാഷ്ട്രീയ സമ്മേളനങ്ങളിലോ സംഗീതയുടെ അസാന്നിധ്യം ഈ വാർത്തകൾ കൂടുതൽ ആക്കം കൂട്ടുന്നവയാണ്. അതിനിടയിൽ നടി തൃഷയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ വിജയിയുടെ വ്യക്തി ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് ഒറ്റുനോക്കുകയാണ് ആരാധകർ. ഈ പ്രശ്നങ്ങൾക്ക് പുറമെയാണ് വിജയിയുടെ മകൻ ജോൺസൺ സഞ്ജയ് സംവിധായകനായ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ജോൺസന്റെ കന്നി ചിത്രത്തിലെ പ്രഖ്യാപന വേളയിലോ അതിനുശേഷമോ വിജയിയെ അദ്ദേഹത്തോടൊപ്പം കണ്ടിട്ടില്ല. ഇത് അച്ഛനും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള വാർത്തകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തമിഴ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുവരും ഇപ്പോൾ ഒരു വീട്ടിലല്ല താമസിക്കുന്നത്. ജോൺസൺ മറ്റൊരു ഫ്ളാറ്റിലേക്ക് താമസം മാറിയതായി പറയപ്പെടുന്നു. ഈ അകലം അവരുടെ ബന്ധത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ സൂചനയാണെന്നും പലരും വിശ്വസിക്കുകയാണ്. ഇതിനെക്കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റായ ചെഗ്വേരയുടെ വെളിപ്പെടുത്തലുകൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. ജോൺസൺ സഞ്ജയും വിജയുടെ വലങ്കൈയായി അറിയപ്പെടുന്ന ജഗദീഷും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായെന്നും കുടുംബം നീ തകർത്തല്ലോ എന്ന് ജോൺസൺ ജഗദീഷിനോട് കയർത്ത് സംസാരിച്ചെന്നും ചെഗ്വേര പറയുകയാണ്. ഇതിനെ തുടർന്ന് വിജയ് മകനോട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവ വികാസങ്ങൾ ഒരു താര കുടുംബത്തിലെ അന്തരീക്ഷ സംഘർഷങ്ങളെ തുറന്നു കാട്ടുന്നവയാണ്. ഇത്തരം വാർത്തകളും പ്രശ്നങ്ങളും ജോൺസൺ സഞ്ജയുടെ വ്യക്തിപരമായ പ്രതിച്ഛായയെയും കരിയറിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അദ്ദേഹം തന്റെ കഴിവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ താരത്തിന്റെ മകനായിട്ടും സ്വന്തം കഴിവുകളിൽ മാത്രം വിശ്വസിച്ച് സംവിധായകൻ എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യവും ആത്മവിശ്വാസവും ഏറെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. തമിഴ് സിനിമയിൽ പല താരപുത്രന്മാരും നായകന്മാരായി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടെങ്കിലും ജോൺസൺ സഞ്ജയ് തിരഞ്ഞെടുത്ത പാത വളരെ വ്യത്യസ്തമായിരുന്നു. വിജയുടെ താരപരിവേഷത്തെ ആശ്രയിക്കാതെ സംവിധായകന്റെ കസേരയിലേക്ക് എത്താനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സമീപനത്തെയാണ് കാണിക്കുന്നത്. വിദേശത്ത് ചലച്ചിത്ര പഠനം പൂർത്തിയാക്കിയ ജോൺസൺ സ്വന്തമായി ഒരു കഥ വികസിപ്പിച്ച് നിർമ്മാതാക്കളെ കണ്ടെത്തി ഒരു ടീമിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. ഈ പ്രക്രിയയിൽ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ സ്വയം പര്യാപ്തതയെയും കഠിനാധ്വാനത്തെയും കൂടുതൽ വെളിപ്പെടുത്തുന്നതാണ്. യുവതലമുറയിലെ ചലച്ചിത്രകാരന്മാരുടെ ചിന്താഗതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ ചിത്രം. ഒരു കോളേജ് ഡ്രാമയായി ഒരുക്കാൻ തീരുമാനിച്ചത് യുവ പ്രേക്ഷകരുമായി സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ പ്രമേയം, അഭിനേതാക്കളെ തിരഞ്ഞെടുത്ത രീതി എന്നിവയെല്ലാം പുതിയ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകുന്നവയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ സ്വന്തം പാത വെട്ടിത്തെളിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്. ഒരു വശത്ത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ ചർച്ചയാകുമ്പോൾ മറുഭാഗത്ത് ജോൺസൺ സഞ്ജയ് തന്റെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു സാധാരണ വ്യക്തിയെ തളർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ തൻ്റെ ജോലിയോട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സ്വന്തം സിനിമയുടെ പൂർത്തീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം കാണിച്ച പക്വതയും മാനസിക ശക്തിയും വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട്. വിജയിയുടെ മകനായി അറിയപ്പെടുന്നതിന് പകരം ഒരു മികച്ച സംവിധായകനായി സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഈ യുവ സംവിധായകന്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകളും പ്രതിഭയും കൂടുതൽ വ്യക്തമാവും. തമിഴ് സിനിമാ ലോകം അദ്ദേഹത്തിന്റെ ഭാവി വിജയങ്ങൾക്കായി ആകാംക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുകയാണ്.